എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. അതായത് നമ്മളൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് എന്ന് പറയുമ്പോഴേ അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അതുപോലുള്ളത് ആ കാര്യങ്ങൾ മാക്സിമം ഞാൻ കൊണ്ടുവന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഈ ന്യൂസ് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. അതിനുശേഷം എനിക്ക് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ, പറയാനും ഉണ്ട്. കാരണം ഞാൻ ഇത്രയും നേരം, അതായത് രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ട സമയം മുതലേ ഞാൻ ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുക, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്നൊരു പരാതി കഴിഞ്ഞ ദിവസം വന്നിരുന്നത് തുടർന്നൊരു യുവാവ് മരിച്ചതും എന്തായാലും നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ബിസ്മിന് അസ്വസ്ഥതയുണ്ടാകുന്നതും സഹായം തേടുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട്. പ്രാഥമിക ചികിത്സ ലഭിച്ചില്ലെന്ന ആരോപണത്തിന് തെളിവാകുന്ന ഒരു ദൃശ്യം കൂടിയാണിത്. CCTV ദൃശ്യങ്ങളാണ് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ 19-ാം തീയതിയാണ് ബിസ്മിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നത്, കടുത്ത ശ്വാസമുട്ടൽ ഉണ്ടാകുന്നത്. 13 വയസ്സ് മുതൽ ഹൃദ്രോഗ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള ആളാണ് ബിസ്മിൻ. 37 വയസ്സായിരുന്നു. അപ്പൊ ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് തന്നെ മുഴുവൻ ഞാൻ കാണിച്ചു തരുന്നില്ല. ആ പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെപ്രാളം പിടിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ആ CCTVയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഭാര്യ ഓടി അകത്തോട്ട് പോകുന്നുണ്ട്, വീണ്ടും തിരിച്ചു വന്ന് പുള്ളിയെ ആശ്വസിപ്പിക്കുന്നു, വീണ്ടും അകത്തോട്ട് പോകുന്നു. അവസാനം പുറത്ത് നിന്നൊക്കെ ഒരാൾ ഓടി വന്നിട്ട് പിന്നെ പുള്ളിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ പുള്ളി മരണപ്പെടുകയും ചെയ്തു. എന്താ നമുക്കിതിന് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഒരു തവണയല്ല, 1-2 തവണകളായി പ്രാഥമികമായി ചികിത്സ കിട്ടാതെ മരിക്കുന്ന സാധാരണക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനോടും അല്ലെങ്കിൽ നമ്മുടെ ആശുപത്രി ജീവനക്കാരോടും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോടും വീണ ജോർജ് മേഡത്തോടും കൂടിയൊക്കെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ദയവായിട്ട് മനുഷ്യജീവനുകൾക്ക് എന്ത് ചെയ്യുക, മൂല്യം കൽപ്പിക്കുക. നമ്മൾ ഈ MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് ഇല്ലേ, ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി എന്നാണ് ആ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു മെഡിക്കൽ എത്തിക്സ് ഉണ്ട്. അതായത് നമ്മുടെ മുന്നിലെത്തുന്ന പേഷ്യന്റിനെ അവരുടെ സാമ്പത്തികമോ അവരുടെ വേറെ ഒരു കാര്യങ്ങളും നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ജീവൻ രക്ഷിക്കുക എന്നതാണ് ഓരോ ഡോക്ടേഴ്സിന്റെയും പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരു ആശുപത്രിയിലേക്ക് ചെല്ലുന്നത് അവിടെയുള്ള ഡോക്ടേഴ്സിനെ വിശ്വസിച്ചാണ്. എനിക്ക് വയ്യായെങ്കിൽ എൻ്റെ മക്കളുടെ, എൻ്റെ മാതാപിതാക്കളുടെ ജീവൻ ആ ഡോക്ടേഴ്സിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്നൊരു വിശ്വാസം എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ അവരെ ശ്രദ്ധിക്കാതിരിക്കുന്നതും പ്രാഥമികമായി അവർക്ക് വേണ്ടുന്ന ചികിത്സ കൊടുക്കാതിരിക്കുന്നതും മനുഷ്യത്വമാണോ? മനുഷ്യത്വരഹിതമല്ലേ നിങ്ങൾ ഈ ചെയ്തത്? നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുള്ള നേഴ്സാവട്ടെ, ഡോക്ടർ ആവട്ടെ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയോ അദ്ദേഹത്തിന് ആദ്യം വേണ്ടുന്ന പ്രാഥമിക കാര്യങ്ങൾ, ചിലപ്പം CPR ആയിരിക്കാം, ചിലപ്പോൾ ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേഗം തന്നെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ റെഫർ ചെയ്യാം. അടുത്ത ഹോസ്പിറ്റലിലേക്ക് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ വിളിച്ച് ഡോക്ടർ ഉണ്ടോ, ബെഡ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു ആ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ആരും ഇതൊന്നും ചെയ്തില്ല എന്നത് വളരെ വേദനാജനകമായ കാര്യമാണ് കേട്ടോ, ഒരു സാധാരണക്കാരി എന്ന നിലയിൽ. അതായത് ഈ ചികിത്സ ലഭിക്കാതെ വിലപ്പെട്ട മനുഷ്യജീവനുകൾ പൊലിയുന്നതേ അങ്ങേയറ്റം വേദനാജനകവും സമൂഹ മനസാക്ഷിയെ തന്നെ പിടിച്ചുലയ്ക്കുന്നതുമായ ഒരു കാര്യമാണ്. അതിനെ ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ കാണല്. അതായത് ഓരോ ജീവനും അമൂല്യമാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടത് പ്രാഥമികമായ മനുഷ്യാവകാശമാണെന്നും ഓരോ ഡോക്ടർമാരും തിരിച്ചറിയണം. അല്ലേ? നമ്മൾ എന്ത് പറയുന്നത്, വഴിയിൽ ഒരു പൂച്ചയോ പട്ടിയോ പോലും ഒന്ന് മരിക്കാൻ കിടന്നാൽ എന്താണെന്ന് നോക്കുന്ന മനുഷ്യരുള്ള നാടായത്. അപ്പൊ പിന്നെ ഒരു മനുഷ്യനെ പെട്ടെന്ന് ചികിത്സിക്കാൻ കൊണ്ടുവരുമ്പോൾ ആ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും ഡോക്ടർമാർ നോക്കാത്തത് സമൂഹ മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമല്ലേ? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു 1-2 സജഷൻസ്. അടിയന്തരമായിട്ട് എന്താണ് പ്രാഥമികമായിട്ട് വേണ്ടുന്ന ചികിത്സയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ലേ? പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു മാനുഷികമായ ഒരു പെരുമാറ്റം, സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം. ഡോക്ടർ ഓടി വന്നിട്ട് നോക്കിയിട്ട് പറയണം, സാരമില്ല കേട്ടോ, നമുക്കിപ്പോൾ ഇത് ഉടനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, സമാധാനമായിട്ടിരിക്കുന്നു. ആ രോഗിയെ ആയാലും കൂടെയുള്ളവരെ ആയാലും ഡോക്ടർമാരുടെ ഒരു വാക്കെന്ന് പറഞ്ഞാലേ അന്നേരം ആ മനസ്സിൽ കിട്ടുന്ന ഒരു കുളിർമയുണ്ടല്ലോ. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, നമുക്കത് എത്രത്തോളം ആശ്വാസം തരുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ അടിയന്തരമായി ചികിത്സ കൊടുക്കുന്നതുപരി നിങ്ങളുടെ ആ ഓരോ വാക്കും പിന്നെ ആ സാധാരണക്കാരന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങും.
അന്നേരം ഞാൻ പറഞ്ഞില്ലേ, ആ കൂടെ നിൽക്കുന്ന ഭാര്യയാണെങ്കിലും ആ രോഗിക്കാണെങ്കിലും അത് തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞിട്ട് എൻ്റെ ആരോഗ്യ വകുപ്പിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു റെഫറൽ ഏകോപനമൊക്കെ നടത്തണം. അതായത് ഇപ്പോൾ ആ ഹോസ്പിറ്റലിൽ പറ്റുന്നില്ല എങ്കിൽ അടുത്തടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വിളിച്ച് അറേഞ്ച് ചെയ്യാനൊരു ടീം, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ബെഡുണ്ടോ, അവിടെ ഡോക്ടറുണ്ടോ, ഇനി ഒരു ചികിത്സയുമായിട്ട് വരുന്ന ആളെ ചികിത്സിക്കാൻ അവിടെ സൗകര്യങ്ങളുണ്ടോ. സാധാരണക്കാർ ഗവൺമെന്റ് ആശുപത്രികളെയാണ് ഇതിനൊക്കെ ആശ്രയിക്കുന്നത്. അത് ദയവായിട്ട് നമ്മുടെ ആരോഗ്യ വകുപ്പും മനസ്സിലാക്കണം, ഡോക്ടർമാരും മനസ്സിലാക്കണം, ആശുപത്രി അധികൃതരും മനസ്സിലാക്കണം. അതുപോലെ ഒരു സൗജന്യമായ ഒരു അടിയന്തര ഒരു സേവന നിധി ഉണ്ടാക്കി വെക്കണം. അതായത് ആ ചികിത്സയ്ക്ക് പണമില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് ഓപ്പറേഷൻ വേണം, അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയൊക്കെയല്ലേ അടിയന്തര എന്താ പറയുന്നത്, ജനങ്ങളെ സേവിക്കുക സർക്കാർ, പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ. ഇപ്പൊ എത്ര സംഭവങ്ങളാണ് ഇങ്ങനെ അടിയന്തരമായി ചികിത്സ കിട്ടാതെ നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഏറെക്കുറെ നമ്മുടെ ആശുപത്രികളിലെ കാര്യങ്ങൾക്ക് ഇത് പറ്റും കേട്ടോ. അതായത് ഒന്നാമതായിട്ട് ഏത് പാതിരാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും എന്ത് തിരക്കുണ്ടെങ്കിലും അടിയന്തരമായി എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട സ്ഥലത്ത് അത് ചെയ്യുക. ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടടുത്ത് അത് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മളൊരു മാനുഷികമായിട്ട് അവരോട് പെരുമാറുക. അതിനുശേഷം എവിടെയാണോ ഒരു റെഫറൽ ഏകോപനം നടത്തണം, എവിടോട്ടാണോ നമ്മൾ എവിടേക്കാണോ സജസ്റ്റ് ചെയ്തത് അവിടെ വിളിച്ചിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്താനും കൂടി ഇവിടെ ഉള്ള ഒരു ഉത്തരവാദിത്തം കാണിക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു സൗജന്യമായ ഒരു അടിയന്തര നിധി അല്ലെങ്കിൽ ഒരു ഏക നിധി ഒരു സേവന നിധി സമ്പാദിക്കണം. സൗജന്യമായിട്ട്, അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളവർക്ക്, സാമ്പത്തികമായിട്ട് ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സഹായങ്ങൾ നൽകാനുള്ളൊരു സഹായനിധി ഉണ്ടായിരിക്കണം. ഇതൊക്കെ സാധാരണക്കാർക്ക് പോലും ഇതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മെഡിക്കൽ ബോർഡിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? അപ്പം ചികിത്സ എന്നത് ഒരു ബിസിനസ്സിലുപരി ജീവൻ രക്ഷിക്കാനുള്ള പുണ്യ പ്രവൃത്തിയാണെന്ന ബോധം ഓരോ ആരോഗ്യ പ്രവർത്തകരിലും ഉണ്ടാവണം. അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ജോലി ആയിരിക്കാം, നിങ്ങൾ അതിന് ശമ്പളം വാങ്ങിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ജോലി അല്ലെങ്കിലും ശമ്പളം ഇല്ലെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് വഴിയോരത്ത് തന്നെ ഡോക്ടർമാർ ഇറങ്ങി സർജറി ചെയ്തത്. അതായത് ഈ ലേറ്റസ്റ്റ് ന്യൂസിൽ നമ്മൾ കണ്ടതാണ്. യാത്ര ചെയ്തു പോകുന്ന വഴി ഒരു ആക്സിഡന്റ് ആയെടുത്ത് ഡോക്ടേഴ്സ് ഇറങ്ങി കയ്യിലുണ്ടായിരുന്ന ബ്ലേഡും കാര്യങ്ങളും കൊണ്ട് സർജറി നടത്തി ഒരു ജീവൻ രക്ഷിക്കാൻ. അതിനുശേഷമാണ് ആ ആളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്. പോകുന്ന വഴി എത്രയോ നഴ്സുമാർ CPR കൊടുത്തെന്നും കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിച്ചതും ഒക്കെ എന്താ പറയുന്നത് നമ്മൾ ദിവസവും വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊന്നും അവർ ശമ്പളത്തിന് വേണ്ടി ചെയ്തതല്ല. ഒരു ജീവൻ രക്ഷിക്കുക എന്നത് അവർക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ആരോഗ്യ പ്രവർത്തകരിൽ ചിലർക്കെങ്കിലും ഈ ഒരു എന്തോ പറയുന്നത് മനസാക്ഷി ഇല്ലാതെ പോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണക്കാർ വിശ്വസിച്ചല്ലേ ഓടി പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മുടെ വീടിനടുത്തുള്ളത് പ്രൈമറി ഹെൽത്ത് സെന്ററിലായിരിക്കും ആദ്യം വരുന്നത്. അതിനുശേഷം ഏതെങ്കിലും താലൂക്ക് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട്. ലക്ഷങ്ങൾ അക്കൗണ്ടിൽ കിടന്നാലല്ലേ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലോട്ട് സാധാരണക്കാരന് പോകാൻ പറ്റൂ. അതില്ലാത്ത ആളെ എങ്ങനെ ചെന്ന് കയറും? ഒരു നല്ല സൗകര്യമുള്ള ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറുകയാണെങ്കിൽ ആദ്യത്തെ 2 ദിവസത്തിനകം ബില്ല് വരുന്നത് ലക്ഷങ്ങളായിരിക്കും. സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല. അതിനാണല്ലോ ഇവിടെ സർക്കാർ ഹോസ്പിറ്റലുകൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അവരെ അവഗണിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? വീണ്ടും അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു വീണ്ടും ഞാൻ. അതായത് ചികിത്സ എന്നത് കേവലം ഒരു ബിസിനസ്സോ ജോലിയിലോ ഉപരി, അതായത് നിങ്ങൾ ജീവൻ രക്ഷിക്കാനുള്ള പുണ്യ പ്രവൃത്തിയായിട്ട് ഓരോ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും സർക്കാർ സംവിധാനത്തിലും അതിനുള്ള മാറ്റങ്ങളും വരണം. നിങ്ങൾ അങ്ങനെ കാണുകയും ചെയ്യണം. മരണപ്പെട്ട ആ വ്യക്തിക്കും ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. ആ കുടുംബത്തിനത് താങ്ങാനുള്ള കഴിവ് പടച്ചവൻ കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്രമാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയൊരു ജീവനും ഇങ്ങനെ പൊലിയാതിരിക്കട്ടെ. ദയവായിട്ട് വീണ ജോർജ് മാഡം ഇത് കാണണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഇത് കാണണം. നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ പറയുന്നത് കാണണം, കേൾക്കണം എന്നല്ല ഈ പറഞ്ഞത്. ഈ വാർത്തകളൊക്കെ കാണണം. അതിനുവേണ്ട നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. അവരെ മൈൻഡ് ചെയ്യാതിരുന്ന ആരോഗ്യ വകുപ്പിലുള്ള ആ ഡോക്ടർക്കും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലുള്ളവർക്കും എതിരെ കർശന നടപടികൾ, PRO ഒക്കെ വിളിച്ച് കർശന നടപടികൾ നിങ്ങൾ സ്വീകരിക്കുകയും വേണം. സാധാരണക്കാർ ഇപ്പോഴും ആശ്രയിക്കുന്നത് പ്രൈമറി ഹെൽത്ത് സെന്റർ തന്നെയാണ്. അവിടെ നിന്ന് മാത്രമേ അടുത്ത സ്ഥലത്തേക്ക് പോകത്തുള്ളൂ. താങ്ക് യു.